യുഎസിലെ H-1B L-1 വിസ ഉടമകളായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് തൊഴിൽപരമായ വളർച്ചയിൽ പല വിധത്തിലുള്ള ആശങ്കകളും വെല്ലുവിളികളും ഉയരുകയാണ്. വർഷങ്ങളായി സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഒരിടമായി അമേരിക്ക കണക്കാക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വിസ നിയമങ്ങളിലെ മാറ്റങ്ങളും വിസയ്ക്കെതിരായ അഭിപ്രായ വ്യത്യാസങ്ങളും അടക്കം അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. കുടിയേറ്റതര വർക്ക് വിസയായ H-1B വിസയുടെ കാലാവധി നീട്ടുന്നതിനും സ്ഥിര താമസത്തിനുമെല്ലാം തൊഴിൽദാതാവിന്റെ സഹായം ആവശ്യമാണ്. ഇത് വിസ ഉടമകളുടെ മുൻപോട്ടുള്ള നീക്കങ്ങൾ സങ്കീർണമാക്കുകയാണ്. H-1B വിസയ്ക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ ഉയരുന്ന വികാരം ആശങ്കയ്ക്കുള്ള ഒരു കാരണമാണ്. ഇന്ത്യൻ H-1B വിസ ഉടമകളെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീൻ പറഞ്ഞത് അടുത്തിടെയാണ്. ഇന്ത്യക്കാർ അമേരിക്കൻ ടെക് ബിരുദധാരികളുമായി മത്സരിക്കുന്നു എന്നായിരുന്നു അവരുടെ വിശദീകരണം. ഒരു വിദേശ വിദ്യാർത്ഥിയും രാജ്യത്തുണ്ടാകാൻ പാടില്ലെന്ന് ട്രംപിന്റെ മുൻ തന്ത്രജ്ഞനായ സ്റ്റീവ് ബാനൻ പറഞ്ഞതും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരെ നിയമിക്കുന്നത് നിർത്തണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തതും വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചു. ഗൂഗിളിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ 28-കാരി തന്റെ വിഷമതകൾ സമൂഹ മാധ്യമമായ റെഡിറ്റിൽ പങ്കുവച്ചത് ചർച്ചയായിരുന്നു. വിസയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്തതിനാൽ തങ്ങൾക്ക് എത്ര കാലം ഇവിടെ താമസിക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ലെന്നായിരുന്നു അവരുടെ പോസ്റ്റ്. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനകം രാജ്യം വിടാൻ നോട്ടീസ് ലഭിക്കുന്ന H-1B വിസ ഉടമകളുടെ എണ്ണം ഉയരുന്നുവെന്ന സർവേ ഫലം പുറത്തുവന്നതും ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. ജോലി നഷ്ടപ്പെട്ട് US വിടാൻ നിർബന്ധിതരായാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യവുമായി ഇന്ത്യൻ പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് 45% ആളുകളും സർവേയിൽ വ്യക്തമാക്കി. 26% പേർ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമെന്ന് പറഞ്ഞപ്പോൾ 29% പേർക്ക് മുന്നിൽ തീരുമാനങ്ങളൊന്നുമില്ല. 35% പേർ മാത്രം US വർക്ക് വിസ വീണ്ടും എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. കുറഞ്ഞ ശമ്പളം, ജീവിത നിലവാരത്തിലെ കുറവ്, സാംസ്കാരികപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ, കുറഞ്ഞ തൊഴിലവസരങ്ങൾ എന്നിവയാണ് രാജ്യം വിട്ടുപോകുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി പ്രൊഫഷണലുകൾ ഉന്നയിച്ചത്. ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ മികച്ച തൊഴിലവസരങ്ങളുണ്ട്. കുറഞ്ഞ ജീവിത ചെലവ്, വിസ സംബന്ധിച്ച പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം മടക്കം കൂടുതൽ ആകർഷകമാക്കുന്നു. സ്ഥിരത, ജീവിതശൈലി, മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. US ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് വെയ്റ്റഡ് സെലക്ഷൻ പ്രോസസ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് പെറ്റീഷനേഴ്സ് സീക്കിംഗ് ടു ഫയൽ ക്യാപ് സബ്ജക്ട് H-1B പെറ്റീഷൻസ് എന്ന പേരിൽ പുതിയ നിയമം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് ലോട്ടറി സമ്പ്രദായം മാറ്റി ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രീതിക്ക് പ്രാധാന്യം നൽകിയേക്കും. ഇത് H-1B ഉടമകൾക്ക് കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഈ മാറ്റങ്ങൾ ദീർഘകാല കരിയർ ആസൂത്രണത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും US പ്രൊഫഷണൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നതാണെന്നാണ് റിപ്പോർട്ട്.